ഇസ്രായേലിലെ ഹൈഫ തുറമുഖം കത്തിച്ച് ഇറാൻ. ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും നടക്കുന്നു എന്ന തരത്തിലെ റിപ്പോർട്ടാണ് വരുന്നത്. ഒന്നിലധികം മിസൈലുകളെ പ്രതിരോധിക്കാനൊക്കെ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാമെന്നല്ലാതെ യഥാർത്ഥ തുരുതുര ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മിസൈൽ വരികയും പൊട്ടിത്തെറിക്കുകയും വലിയ രീതിയിലുള്ള തീപിടുത്തം നടക്കുകയും ചെയ്യുകയാണ്. ഈ തുറമുഖത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തുറമുഖത്തോട് ചേർന്നാണ് അമേരിക്കയുടെ USS ജെറാൾഡ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഈ മേഖലയിൽ നിന്ന് ഏകദേശം 100-ലധികം നോട്ടിക്കൽ മൈൽ പിറകോട്ട് കപ്പലിനെ മാറ്റിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും സ്ഥിരീകരിക്കാത്തതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് അമേരിക്കയുടെ യുദ്ധക്കപ്പലിനെയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഈ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഹൈഫ തുറമുഖം ഏറെക്കുറെ സുരക്ഷിതമാണെന്നും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതൊരു ആക്രമണം നടന്നാലും പ്രതിരോധിക്കാനുള്ള അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നു എന്നൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ആക്രമിക്കുന്ന തരത്തിലല്ല തങ്ങളുടെ ഇപ്പോഴുള്ള പ്രതിരോധ സംവിധാനമെന്നും ചില കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തെ ഇറാൻ്റെ ആക്രമണത്തോട് അനുബന്ധിച്ച് തങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം തങ്ങൾ പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കാൻ രാജ്യം സന്നദ്ധമാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ പ്രതിരോധം തകർത്തുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ പെരുമയിൽ യഥാർത്ഥത്തിൽ ഈ മേഖലയ്ക്ക് തീപിടുത്തം നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഇപ്പോൾ വിഷയം വരുന്നത് USSൻ്റെ ജെറാൾഡ് ഫോൾഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ കടലിലുള്ള യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഇതുവരെ ഇറാന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഈ കപ്പലിനെ വല്ലാതെ വൈകാതെ ആക്രമിക്കും എന്ന റിപ്പോർട്ട് ഇറാനിൽ നിന്ന് പുറത്തു വരികയാണ്. അവർ പറയുന്നത് തങ്ങൾക്കെതിരെ ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്ന, അതായത് ഇരിപ്പിടങ്ങളെപ്പോലും തങ്ങൾ ആക്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ട് യുദ്ധക്കപ്പലും വല്ലാതെ വൈകാതെ ഒരു തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പറയുന്നത് അമേരിക്കയെ യാതൊരു കാരണവശാലും സഹായിക്കരുതെന്നും അത്തരമൊരു സഹായമുണ്ടായാൽ ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ ഉണ്ടാകും എന്ന് മുൻപ് പറഞ്ഞു വെച്ചത് തങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലെ 6 രാജ്യങ്ങളിൽ 5 എണ്ണത്തിനെയും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ചില രാജ്യങ്ങളൊക്കെ ശക്തമായ രീതിയിൽ അപലപിച്ചിട്ടുണ്ട് ഇറാൻ ആക്രമണത്തെ. എന്നാൽ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയെ സഹായിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമോ അവസ്ഥയോ ഉണ്ടായാൽ മേഖല ചോരപ്പുഴയാകും എന്ന തരത്തിലാണ് ഇറാൻ്റെ പ്രതികരണമുള്ളത്. ഈ കൂമ്പാരങ്ങളിൽ നിന്ന് നിങ്ങളുടെ ബന്ധപ്പെട്ടവരെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസപ്പെടും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ റിപ്പോർട്ട് പറയുന്നു. ഇത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് മാത്രം പറഞ്ഞതായിട്ട് സ്ഥിരീകരണമുണ്ട്. അമേരിക്കയെ സഹായിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ രീതി കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മേഖലയെ ആക്രമിച്ചതോടുകൂടി, അതായത് ഇസ്രായേലിൻ്റെ ഹൈഫ തുറമുഖത്തെ ആക്രമിച്ചതോടുകൂടി ഇറാൻ്റെ ചബഹാർ മേഖലയിലേക്ക് അല്ലെങ്കിൽ ചബഹാർ തുറമുഖത്തേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. 1-2 മിസൈൽ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ചബഹാർ തുറമുഖം നിർമ്മിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഇന്ത്യക്കാരാണ്. അതിൻ്റെ ഒരു പ്രധാന ഭാഗം ഇപ്പോഴും ഇന്ത്യയാണ് നിയന്ത്രിക്കുന്നത്. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഇന്ത്യയിലേക്ക് കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ചബഹർ തുറമുഖം രൂപീകരിക്കപ്പെട്ടത് തന്നെ. നല്ലൊരു പണം അതിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് പോലും ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2 സ്ഫോടനം നടന്നതായിരിക്കുന്ന വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ സ്ഫോടനം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ നടന്നിരിക്കാം, പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ മുഖാമുഖം ഇറാനും ഇസ്രായേലും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കം. തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതോടൊപ്പം തന്നെ അറേബ്യൻ മേഖലയിൽ വീണ്ടും സ്ഫോടന ശബ്ദം കേട്ടതായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. നാശനഷ്ടത്തെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. അബുദാബി കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട്. ചില മേഖലകളിൽ ഇറാൻ്റെ ആക്രമണത്തോടു കൂടി ചില മേഖല കാണാത്ത വിധം പൊടിപടലങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബഹ്റൈൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ അമേരിക്കയുടെ സൈനിക ബേസ് അപ്പാടെ
കാണാത്ത തരത്തിലാണ് ആക്രമണമുള്ളത്. വലിയ രീതിയിൽ തീപിടുത്തങ്ങളും പൊടിപടലങ്ങളും ആകെ നാശമായിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. 5ാം കപ്പൽ പടയെ നിയന്ത്രിക്കുന്ന ഭാഗം കൂടിയാണ് ബഹ്റൈൻ എന്ന് പറയുന്ന ദേശം. ആ ദേശത്തിലെ അമേരിക്കയുടെ കേന്ദ്രത്തിന് നേരെ തുരുതുരാ നിരന്തരം ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മരണസംഖ്യകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം, അതും ഒരു മുസ്ലിം രാജ്യത്തിൽ നിന്ന് വരുന്നത്. ഏറെക്കുറെ 5 രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, പിന്നീട് ജോർദാൻ, പിന്നീട് ഇറാഖ്, അപ്പോൾ 5, 2, 7, പിന്നീട് ഇസ്രായേൽ 8. അപ്പോൾ 8ഓളം രാജ്യങ്ങളിൽ ഒരേ സമയത്ത് 1 മണിക്കൂർ കൊണ്ട് ഇറാൻ ആക്രമിച്ചു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഇങ്ങനൊരു ആക്രമണം ഇതിനു മുൻപ് നടന്നായിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും ഇസ്രായേലിനെ നിലം പരിശാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും തുടങ്ങിയത് അവരാണെങ്കിൽ തങ്ങളായിരിക്കും അവസാനിപ്പിക്കുക, തങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. സേവനം എന്ന് ഉദ്ദേശിക്കുന്നത് അവരെ ആക്രമിക്കുക എന്നുള്ളത് ഒരു വിശ്വാസത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അനിവാര്യമാണ് എന്നതിനാൽ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിൽ നിന്ന് ലഭിക്കുന്ന വിവരം.